അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ചെയ്തൊരു കാര്യമാണ്. 6000 ശിഷ്ടം രോഗികളെ ഒരു സ്ഥാപനത്തിലിട്ടിട്ട് അതിൻ്റെ പകുതി രോഗികൾക്ക് പ്രാർത്ഥനയും മരുന്നും കൊടുത്തു. മറ്റൊരു കൂട്ടരെ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയല്ല, മരുന്ന് മാത്രം കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എടുത്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന നടത്തിയ ആ പ്രാർത്ഥനയും മരുന്നും ഭക്ഷണം കൊടുത്ത് കെയർ കൊടുത്ത ആ ജനങ്ങളിൽ നോക്കുമ്പോൾ രോഗങ്ങൾ മാറി. മരുന്ന് മാത്രം കൊടുത്ത് മരുന്നും കെയറും ഭക്ഷണം കൊടുത്ത് രോഗികളിൽ നോക്കുമ്പോൾ രോഗത്തിന് മാറ്റങ്ങൾ പലതുമില്ല. എന്നിട്ട് ആ ശാസ്ത്രജ്ഞന്മാരെ എഴുതി വെച്ചു എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ രോഗത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ് ആവശ്യം. അല്ലേലിയ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാണ് കിട്ടുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ചേച്ചിക്ക് ഉറക്കമില്ല. അപ്പോൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ അത്ര ഉറങ്ങണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ അങ്ങനെ വിശ്വാസമൊന്നും കേട്ടിട്ടില്ല. നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പിതാവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, പുത്രൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എന്നിട്ട് ഞാൻ ബ്ലെസ്സിങ് കൊടുത്തു. അവർ പറഞ്ഞ പ്രകാരമാണ് ചെന്ന് കിടന്നത്. അറിഞ്ഞോളൂ, 5 മണിയായപ്പോൾ അലാറം വെക്കാടുത്ത് എഴുന്നേറ്റു. ഇന്നേ വരെ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ല. ഇന്നേ വരെ എനിക്ക് ഇത്ര നല്ലൊരു ഉറക്കം കിട്ടിയിട്ടില്ല. അല്ലേലിയ. കാരണം എന്താ? വിശ്വാസത്തിൻ്റെ മേൽ ബന്ധിച്ചു. അല്ലേലിയ. അതുകൊണ്ട് കാരണവന്മാർ ചെയ്ത അതേ വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോകണം, അതേ ചിന്തയിലേക്ക് തിരിച്ചു പോകണം. ഇല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ രോഗങ്ങൾ പെരുകുള്ളൂ. അല്ലെ, ഇത് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ ശാസ്ത്രജ്ഞർ എഴുതി വെച്ചു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന വഴിയായിട്ടാണ് ഈ രോഗികൾ സൗഖ്യപ്പെട്ടിരിക്കുന്നത്.